ഹായ് മക്കളെ, വെൽക്കം ടു ഫ്യൂച്ചർ പവർഡ് ബൈ ഗോകുലം. എൻ്റെ പേര് ഹാരിസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് പ്രിൻസിപ്പിൾസ് റിലേറ്റഡ് ടു പ്രാക്ടിക്കൽ കെമിസ്ട്രി. നമ്മൾ കുറച്ച് തിയറിയും അതിനോടൊപ്പം കുറച്ച് ക്വസ്റ്റ്യൻസും ആയിട്ടാണ് ഇതിനെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗത്തിലേക്ക് കടക്കാം. ആദ്യം നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ട് ഡിറ്റക്ഷൻ ടെസ്റ്റ്, അതിലുള്ള ചില കോമ്പൗണ്ട്സിനെ മാത്രം തിരിച്ചറിയുന്ന ടെസ്റ്റ്, അങ്ങനത്തെ കുറച്ച് തിയറീസ് നമുക്കൊന്ന് ആദ്യം ചർച്ച ചെയ്യാം. നിങ്ങൾക്കറിയാം, ലസൈൻസ് ടെസ്റ്റ് ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ലസൈൻസ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ലസൈൻസ് റിയന്റ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ടെസ്റ്റ് നടത്തുന്നു. സോ ലസൈൻസ് ടെസ്റ്റ് നമുക്ക് നൈട്രജന് വേണ്ടി നടത്താൻ പറ്റും. നൈട്രജന് വേണ്ടി നടത്തുന്ന സമയത്ത് ലസൈൻസ് റിയന്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ലസൈൻസ് റിയന്റ് എന്ന് പറയുന്നത് സോഡിയം സയനൈഡ് ആണ്. സോഡിയം സയനൈഡിലേക്ക് നമ്മൾ ബോയിൽഡ് ആയിട്ടുള്ള FeSO4 ആഡ് ചെയ്യുന്നു. അപ്പോൾ അത് സോഡിയം ഫെറോസൈനൈഡ് ആയി മാറും. അതിനുശേഷം നമ്മൾ കോൺസെൻട്രേറ്റ് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുകയാണെങ്കിൽ അത് ഫെറിക് ഫെറോസൈനൈഡ് എന്ന് പറയുന്ന പ്രഷ്യൻ ബ്ലൂ കളർ എന്ത് ചെയ്യും, ഫോം ചെയ്യും. Fe4FeCN 6 times thrice എന്നാണ് ഫോമുല വരിക. ഓക്കെ, ദെൻ നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ട് അകത്ത് നൈട്രജനും സൾഫറും ആണ് പ്രസന്റ് ആയിട്ടുള്ളതെങ്കിൽ എക്സാക്ട്ലി സെയിം പ്രൊസീജിയർ നിങ്ങൾ ആഡ് ചെയ്യുക. FeSO4 ആഡ് ചെയ്യുക, സൾഫ്യൂരിക് ആസിഡ് എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. ഇത്രയും ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ബ്ലഡ് റെഡ് കളറിലുള്ള ഫെറിക് തയോസൈനൈഡ് ആയിരിക്കും കിട്ടുക. ഇതാണ് നൈട്രജന് വേണ്ടിയുള്ള ടെസ്റ്റ്. നൈട്രജനും ആർക്കും വേണ്ടിയുള്ള ടെസ്റ്റ്, സൾഫറിന് വേണ്ടിയുള്ള ടെസ്റ്റ്. അത് കഴിഞ്ഞ് നിങ്ങൾ ലസൈൻസ് ടെസ്റ്റിന്റെ അകത്ത് പിന്നെ പഠിച്ചിട്ടുണ്ടായിരിക്കാം ആർക്ക് വേണ്ടിയുള്ള ടെസ്റ്റ് ആണ്, സൾഫറിന് വേണ്ടിയുള്ള ടെസ്റ്റ് ആണ്. സൾഫറിന് വേണ്ടിയുള്ള ലസൈൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലസൈൻസ് റിയൻ എന്ന് പറയുന്നത് സോഡിയം സൾഫൈഡ് ആയിരിക്കും. ഈ സോഡിയം സൾഫൈഡിലേക്ക് നിങ്ങൾ അസറ്റിക് ആസിഡ് ഉപയോഗിച്ച് അസിഡിഫൈ ചെയ്യുക. അതിനുശേഷം ലെഡ് അസറ്റേറ്റ് ആഡ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ബ്ലാക്ക് കളറുള്ള PBS ആണ് കിട്ടുന്നതെങ്കിൽ വിച്ച് ഇൻഡിക്കേറ്റിംഗ് ദ പ്രസൻസ് ഓഫ് വാട്ട്, സൾഫർ. ഓക്കെ, എന്നാൽ അതേസമയം നിങ്ങൾക്ക് ഒരു മെത്തേഡ് കൂടി ഉണ്ട്. നിങ്ങൾക്ക് അതിലേക്ക് ഡയറക്ട്ലി സോഡിയം നൈട്രോപ്രസൈഡ് എന്ന് പറയുന്ന Na2FeCN 5 times NO ആഡ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് വയലറ്റ് കളേർഡ് ആയിട്ടുള്ള സോഡിയം തയോ നൈട്രോപ്രസൈഡ് എന്ത് ചെയ്യും, കിട്ടും. വയലറ്റ് കളേർഡ് ആയിട്ടുള്ള സോഡിയം തയോ നൈട്രോപ്രസൈഡ് കിട്ടും. ഓക്കെ, പിന്നെ ടെക്സ്റ്റിന്റെ അകത്ത് ഒരു പോയിന്റ് കൂടെ പറയുന്നുണ്ട്. എന്ത്, ഈ പറയപ്പെടുന്ന ടെസ്റ്റിൽ നമുക്ക് സോഡിയം എക്സസ് ആണെങ്കിൽ, നിങ്ങളുടെ ഓർഗാനിക് കോമ്പൗണ്ട് അകത്ത് സൾഫറും നൈട്രജനും ഉണ്ടെന്ന് വിചാരിക്കും. അപ്പൊ നമ്മളെ ലസൈൻസ് റിയൻ സോഡിയം തയോസൈനേറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു, NaCN ആണെന്ന് ഞാൻ പറഞ്ഞു. അതിൽ സോഡിയം എക്സസ് ആണെങ്കിൽ അത് സ്പ്ലിറ്റഡ് ആയിട്ട് അത് ഡീകമ്പോസ് ചെയ്തിട്ട് സോഡിയം സൾഫൈഡും സോഡിയം സയനൈഡ് ആയിട്ട് മാറും. ആൻഡ് ദേ വിൽ ഷോ ഇൻഡിവിജ്വൽ ടെസ്റ്റ് ഓഫ് വാട്ട്, നൈട്രജൻ ആൻഡ് സൾഫർ. ഓക്കെ, അങ്ങനെ ഒരു പോയിന്റ് കൂടെ ടെക്സ്റ്റിന്റെ അകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് നൈട്രജന്റെ ലസൈൻസ് ടെസ്റ്റ് പറഞ്ഞു, അതുപോലെ ആരുടെ പറഞ്ഞു, സൾഫറിന്റെ പറഞ്ഞു. നൈട്രജനും സൾഫറും കൂടെ വന്നത് എങ്ങനെയെന്ന് പറഞ്ഞു. ഇനി ലസൈൻസ് ടെസ്റ്റിന്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഹാലജന്റെ ടെസ്റ്റാണ്. ഹാലജന്റെ ടെസ്റ്റിൽ ഹാലജൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ ഒക്കെ ആവാം. അവിടെ ലസൈൻസ് എന്ന് പറയുന്നത് സോഡിയം ഹാലൈഡ് ആണ്. സോഡിയം ഹാലൈഡിന് നമ്മൾ HNO3 ഉപയോഗിച്ച് അസിഡിഫൈ ചെയ്യും. അതിനുശേഷം അതിലേക്ക് നമ്മൾ സിൽവർ നൈട്രേറ്റ് എന്ത് ചെയ്യും, ആഡ് ചെയ്യും. അപ്പോൾ അത് സിൽവർ ഹാലൈഡ് ആയിട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. സിൽവർ ഹാലൈഡ് AgCl ആണെങ്കിൽ വൈറ്റ് ആയിരിക്കും, AgBr ആണെങ്കിൽ യെല്ലോ ആയിരിക്കും, AgI ആണെങ്കിൽ AgBr ആണെങ്കിൽ പെയിൽ യെല്ലോ ആയിരിക്കും, AgI ആണെങ്കിൽ യെല്ലോ ആയിരിക്കും. ഇത് നമ്മൾ അമോണിയം ഹൈഡ്രോക്സൈഡിലേക്ക് ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് ഫോം ചെയ്യുന്ന സൊല്യൂബിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആളുകളെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. AgCl ആണെങ്കിൽ അത് അമോണിയം ഹൈഡ്രോക്സൈഡിൽ കംപ്ലീറ്റ്ലി സോലുബിൾ ആയിരിക്കും. എന്നാൽ അതേസമയം AgBr ആണെങ്കിൽ അത് സ്പാരിഗ്ലി സോലുബിൾ ആയിരിക്കും, AgI ആണെങ്കിൽ അത് ഇൻസോലുബിൾ ആയിരിക്കും. ഓക്കെ, ഇവിടെ നമ്മൾ എന്തിനാണ് HNO3 ഉപയോഗിച്ച് അസിഡിഫൈ ചെയ്യുന്ന ക്വസ്റ്റ്യൻ നോർമലി ചോദിക്കാറുണ്ട്. ഇമ്പ്യൂരിറ്റീസ് വല്ലതും നിങ്ങളുടെ ലസൈൻസ് ടെസ്റ്റ് നടത്തുന്ന സമയത്ത് ടെസ്റ്റ് ട്യൂബിലൊക്കെ ഉണ്ടെങ്കിൽ, അത് ഇമ്പ്യൂരിറ്റീസ് ആയിട്ടുള്ള സോഡിയം സയനൈഡോ സോഡിയം സൾഫൈഡോ ഒക്കെ ഉണ്ടെങ്കിൽ അത് H2SHCN പോലുള്ള ഗ്യാസുകളായിട്ട് എക്സ്പെൽ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ എന്ത് ഉപയോഗിക്കുന്നത് അവിടെ പറയുന്നുണ്ട്. അസിഡിഫൈ ചെയ്യുന്നത് HNO3 ഉപയോഗിച്ചിട്ടെന്നും കൂടെ ടെക്സ്റ്റിന്റെ അകത്ത് പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു പോയിന്റ് കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. അപ്പോ ഒരാളെയും കൂടെ ലസൈൻസ് ടെസ്റ്റ് നമുക്ക് പറയണം. ആരുടെ, ഫോസ്ഫറസിന്റെ ലസൈൻസ് റിയന്റിന്റെ രൂപം ടെക്സ്റ്റിന്റെ അകത്ത് പറയുന്നില്ല. അതിന് നമ്മൾ സോഡിയം പെറോക്സൈഡ് ഉപയോഗിച്ചിട്ട് ഫ്യൂസ് ചെയ്യുന്ന ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് സോഡിയം ഫോസ്ഫേറ്റ് ആവും. അതിലേക്ക് നമ്മൾ അമോണിയം മോളിബിഡേറ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് യെല്ലോ കളേർഡ് ആയിട്ടുള്ള അമോണിയം ഫോസ്ഫോ മോളിബിഡേറ്റ് ഫോം ചെയ്യുന്ന പറയുന്നത്. അപ്പൊ ഇത്രയാണ് ലസൈൻസ് ടെസ്റ്റിന്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത്. എന്തിനാണ് ലസൈൻസ് റിയന്റ് ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്. കോവാലന്റ് ആയിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ടുകൾ അയണിക് ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്, ലസൈൻസ് ടെസ്റ്റ് ഉപയോഗിക്കുന്നത്. ലസൈൻസ് റിയന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ലസൈൻസ് റിയന്റ് ഉപയോഗിച്ച് നമ്മൾ നടത്തുന്ന ടെസ്റ്റ്, സോഡിയം ഫ്യൂഷൻ ടെസ്റ്റ്, അതിൽ നമുക്ക് മെയിൻലി നൈട്രജൻ, സൾഫർ, നൈട്രജൻ ആൻഡ് സൾഫർ, ഹാലജൻ, അതുപോലെ ഫോസ്ഫറസ്, ഇത്രയും ആളുകളാണ് പഠിക്കാനുള്ളത്. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ള രൂപത്തിലുള്ള ഒരു ചെറിയ പെട്ടെന്നുള്ള ഒരു തിയറിയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഓരോന്നും പഠിക്കുക. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പോവാണ്. നമ്മൾ തിയറി ബ്രീഫ് ആയിട്ട് പറഞ്ഞു. ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇൻ സോഡിയം ഫ്യൂഷൻ ടെസ്റ്റ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ദ നൈട്രജൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ഈസ് കൺവേർട്ടഡ് ഇൻ ടു.
അപ്പോൾ സോഡിയം ഫ്യൂഷൻ ടെസ്റ്റിന്റെ അകത്ത് ഓർഗാനിക് കോമ്പൗണ്ട് നൈട്രജൻ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നതായിരിക്കും. ഞാൻ ഓരോന്നിന്റെയും ലെസൻസ് ടെസ്റ്റ് നിങ്ങൾ കാണിച്ചു തന്നു. നൈട്രജൻ എന്ന് പറയുന്നത് സോഡിയം സയനൈഡ് ആയി മാറുക ചെയ്യുന്നത് അല്ലേ. അങ്ങനെ നമ്മൾ അതിലേക്ക് കോൺസെൻട്രേറ്റ് സൾഫ്യൂരിക് ആസിഡ് പ്ലസ് FeSO4 ചേർക്കുന്ന സമയത്താണ് പ്രഷ്യൻ ബ്ലൂ കളർ ഫോം ചെയ്യുന്നത്. സോ ഏത് രൂപത്തിലേക്കാണ് നൈട്രജൻ കൺവേർട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് ക്ലിയർ ഇറ്റ് ഈസ് വാട്ട് സോഡിയം സയനൈഡ്. സോ നമുക്ക് സെക്കൻഡ് ഓപ്ഷൻ എടുക്കാൻ പറ്റും. മുന്നോട്ടേക്ക് പോവാം. ഓക്കെ മക്കളെ, അടുത്ത ക്വസ്റ്റൻ നോക്കിയേ. ലസൈൻസ് എക്സ്ട്രാക്ട് ലസൈൻസ് റീൻഡ് ബോയിൽഡ് വിത്ത് ഡൈല്യൂട്ട് HNO3 എന്നാണ് പറയുന്നത്. ലസൈൻസ് റീൻഡ് എന്തുകൊണ്ടാണ് ഡൈല്യൂട്ട് HNO3 ഉപയോഗിച്ച് ബോയിൽ ചെയ്യുന്നത് ബിഫോർ ടെസ്റ്റിംഗ് ഹാലജൻ? ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇംപ്യൂരിറ്റീസ് ആയിട്ടുള്ള സോഡിയം സയനൈഡ്, സോഡിയം സൾഫൈഡ് ഒക്കെ ഉണ്ടെങ്കിൽ അത് എക്സ്പെൽ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലസൈൻസ് റീൻഡ് എന്ത് ചെയ്യുന്നത് ഉപയോഗിക്കുന്നത്. അപ്പോൾ Na2S NaCN ഒക്കെ H2S HCN പോലെ എക്സ്പെൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് പറയാം. ഓക്കെ മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ ഇൻ ലസൈൻസ് ടെസ്റ്റ് ഓഫ് നൈട്രജന്റെ ലസൈൻസ് ടെസ്റ്റിൽ the blue color is due to the formation of lessons range of nitrogen sodium cyanide എന്ന് പറഞ്ഞു. അതിലേക്ക് നമ്മൾ FeSO4 ആഡ് ചെയ്തു, സോഡിയം ഫെറോസൈനൈഡ് ഫോം ചെയ്തു. അതിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്തു. അങ്ങനെ അത് ഫെറിക് അയോൺസ് ഫെറസ് അയോൺസ് ആയി മാറി ഫെറിക് ഫെറോസൈനൈഡ് ഫോം ചെയ്തു അല്ലേ. Fe4 FeCN 6 times thrice iron 3 hexacino ferro 2 എന്നൊക്കെ പറയും. ഫെറിക് ഫെറോസൈനൈഡ് ആണ് ഫോം ചെയ്തത്. സോ ഏത് ഓപ്ഷൻ എടുക്കാൻ പറ്റും? ഡി ഓപ്ഷൻ നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ നോക്കുക, നൈട്രജൻ ലസൈൻസ് റീൻഡ് കാണിക്കാത്തത് ആരൊക്കെയാണെന്നുള്ള, അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന കോമ്പൗണ്ടിൽ ഏതാണ് നൈട്രജൻ ലസൈൻസ് റീൻഡ് കാണിക്കാത്തതുള്ളതാണ്. അപ്പൊ യൂറിയ എന്ന് പറയുന്നത് ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ആണ്. NH2CO NH2 അല്ലെ, NH2CO NH2. ഇയാൾക്ക് നൈട്രജന്റെ ലസൈൻസ് ടെസ്റ്റ് കാണിക്കാൻ പറ്റും. ഹൈഡ്രസീൻ ഒരു ഇനോർഗാനിക് കോമ്പൗണ്ട് ആണ്. NH2 NH2 ഇതൊരു ഓർഗാനിക് കോമ്പൗണ്ട് അല്ല. അപ്പോൾ നിങ്ങളുടെ കോമ്പൗണ്ട് അകത്ത്, നിങ്ങൾ ഓർഗാനിക് കോമ്പൗണ്ട് അകത്ത് നൈട്രജൻ ഉണ്ടെങ്കിൽ മാത്രമേ ലസൈൻസ് ടെസ്റ്റ് ആൻസറബിൾ ആവുള്ളൂ. അപ്പൊ ഈ കോമ്പൗണ്ട് ഒരു ഇനോർഗാനിക് കോമ്പൗണ്ട് ആണ്, N2H4. ഓക്കെ അപ്പൊ അത് ലസൈൻസ് ടെസ്റ്റ് എന്ത് ചെയ്യില്ല, കാണിക്കില്ല. ഫീനൈൽഹൈഡ്രസീൻ ലസൈൻസ് ടെസ്റ്റ് എന്ത് ചെയ്യും, കാണിക്കും. കാരണം ഫീനൈൽഹൈഡ്രസീൻ ഇസ് ആൻ ഓർഗാനിക് കോമ്പൗണ്ട്. ഓക്കെ അസോബെൻസീൻ ലസൈൻസ് ടെസ്റ്റ് കാണിക്കുന്നതിൽ പ്രത്യേകിച്ച് പ്രയാസങ്ങളൊന്നുമില്ല, ബിക്കോസ് ദാറ്റ്സ് ആൻ ഓർഗാനിക് കോമ്പൗണ്ട് വിച്ച് കണ്ടെയ്ൻ കാർബൺ ആൻഡ് നൈട്രജൻ. സോ ഐ വിൽ സേ ഹൈഡ്രസീൻ അത് എന്ത് ചെയ്യില്ല, ലസൈൻസ് ടെസ്റ്റ് കാണിക്കില്ല നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. മുന്നോട്ടേക്ക് പോവാം. ഇനി നമുക്ക് കുറച്ച് ഫങ്ഷണൽ ഗ്രൂപ്പുകളുടെ ടെസ്റ്റുകൾ ഉണ്ട്, അതെന്ത് ചെയ്യണം മനസ്സിലാക്കണം. അപ്പൊ നമ്മുടെ ആദ്യത്തെ ഫങ്ഷൻ ഗ്രൂപ്പ് ആയിട്ട് നമുക്ക് ആരെ പറയാം, ആൽക്കഹോളിനെ പറയാം. ആൽക്കഹോൾ. അപ്പൊ ആൽക്കഹോളിന്റെ കുറച്ച് ടെസ്റ്റുകൾ പെട്ടെന്നൊന്ന് പറയാം. ആൽക്കഹോളിന്റെ ഫങ്ഷൻ ഗ്രൂപ്പിന്റെ കുറച്ച് ടെസ്റ്റുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, ആൽക്കഹോളിലേക്ക് നമുക്ക് സെറിക് അമോണിയം നൈട്രേറ്റ് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ റെഡ് കളേർഡ് ആയിട്ടുള്ള ഒരു കോംപ്ലക്സ് അവിടെ ഫോം ചെയ്യും. CuNO3 4 times ROH thrice എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ്, റെഡ് കളേർഡ് കോംപ്ലക്സ് ഫോം ചെയ്യും. എപ്പോൾ ആൽക്കഹോളിലേക്ക് നമ്മൾ സെറിക് അമോണിയം നൈട്രേറ്റ് ആഡ് ചെയ്യുമ്പോൾ. ഇത് നിങ്ങൾ ബൈഹാർട്ട് ചെയ്യണം. ഓക്കെ അത് വായിച്ച് നിങ്ങൾ ബൈഹാർട്ട് ചെയ്യണം. വേറെ പ്രത്യേകിച്ച് അതിൻ്റെ അകത്ത് ഭയങ്കര കൺസെപ്ച്വലി നമ്മൾ പഠിക്കേണ്ട ഒരു ടോപ്പിക് അല്ല അനലിറ്റിക്കൽ കെമിസ്ട്രി എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ ആൽക്കഹോളിലേക്ക് നമ്മൾ സോഡിയം ആഡ് ചെയ്യുകയാണെങ്കിൽ, സോഡിയം ആഡ് ചെയ്യുന്ന സമയത്ത് അത് ഹൈഡ്രജൻ ഇവോൾവ് ചെയ്യും, അതൊരു ചാൻസ് ആണ്. ഓക്കെ അതിന് മുന്നേ നിങ്ങൾ കാൽസ്യം സൾഫേറ്റ് ഒക്കെ ഉപയോഗിച്ച് ഡ്രൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. മോയ്സ്ചർ ഉണ്ടെങ്കിലും ഹൈഡ്രജൻ ഇവോൾവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ആൽക്കഹോൾ തന്നെ ആണ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് കാൽസ്യം സൾഫേറ്റ് ഒക്കെ ഉപയോഗിച്ച് ഡ്രൈ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സോഡിയം ആഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കാർബോക്സിലിക് ആസിഡിനെ ആഡ് ചെയ്യാം. കാർബോക്സിലിക് ആസിഡിനെ സൾഫ്യൂരിക് ആസിഡിന്റെ പ്രസൻസിൽ ആഡ് ചെയ്യുമ്പോൾ എസ്റ്ററിഫിക്കേഷൻ നടന്ന് ഫ്രൂട്ടി സ്മെൽ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഫോം ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം, ആൽക്കഹോളിന്റെ പ്രസൻസ് എന്ന് പറയാം. അല്ലെങ്കിൽ ലൂക്കാസ്രിയൻ നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. ലൂക്കാസ്രിയൻ എന്ന് പറയുന്നത് എന്താണ്, അൻഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡ് പ്ലസ് കോൺസെൻട്രേറ്റ് HCl. ഇത് നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആൽക്കൈൽ ക്ലോറൈഡിന്റെ ഒരു വൈറ്റ് ടർബിഡിറ്റി ഫോം ചെയ്യും. ഈ ടർബിഡിറ്റി ഫോം ചെയ്യാൻ എടുക്കുന്ന സമയത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആൽക്കഹോളിന്റെ ഡിഗ്രീസ് വൈസ് നമ്മൾ അതിനെ ഐഡന്റിഫൈ ചെയ്യുന്നത്. പ്രൈമറി ആണെങ്കിൽ റൂം ടെമ്പറേച്ചറിൽ ടർബിഡിറ്റി ഇല്ല എന്ന് പറയാം. സെക്കൻഡറി ആണെങ്കിൽ ഒരു 10 മിനിറ്റ്സിന്റെ അകത്ത് ടർബിഡിറ്റി വരും. ടേർഷ്യറി ആണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് എന്ത് ചെയ്യും, ടർബിഡിറ്റി വരും. അടുത്തൊരു ടെസ്റ്റ് ആണ് വിക്ടർ മേയർ ടെസ്റ്റ്. വിക്ടർ മേയർ ടെസ്റ്റിൽ നമ്മൾ ആൽക്കഹോളിനെ HI യുമായി ട്രീറ്റ് ചെയ്യുന്നു. HI യുമായി ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് ആൽക്കൈൽ ഹൈഡ്രൈഡ് ആവും. ആൽക്കൈൽ ഹൈഡ്രൈഡിനെ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താൻ വേണ്ടിയിട്ട് AgNO2 ആഡ് ചെയ്യുന്നു. അപ്പോൾ അത് RnO2 ആയി മാറും. നിങ്ങളുടെ ആൽക്കഹോൾ പ്രൈമറി ആൽക്കഹോൾ ആണെങ്കിൽ RnO2, പിന്നീട് നമ്മൾ ഇതിനെ നൈട്രസ് ആസിഡുമായി ട്രീറ്റ് ചെയ്യും, HNO2മായി ട്രീറ്റ് ചെയ്യും. അപ്പോൾ പ്രൈമറി ആൽക്കഹോൾ ആണെങ്കിൽ അത് നൈട്രോളിക് ആസിഡ് ആയിട്ട് മാറും. സെക്കൻഡറി ആൽക്കഹോൾ ആണെങ്കിൽ അത് സ്യൂഡോനൈട്രോൾ എന്ന് പറയുന്ന കോമ്പൗണ്ട് ആയിട്ട് മാറും. ടെർഷ്യറി ആൽക്കഹോൾ ആണെങ്കിൽ അവിടെ റിയാക്ഷൻ നടക്കില്ല എന്നാ പറയാം. പിന്നീട് നിങ്ങൾ NaOH-മായി ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് റെഡും ബ്ലൂവും കളർലെസ് ഒക്കെ ആയിട്ട് മാറും. അപ്പൊ ഇത്രയും ഡീറ്റെയിൽ പ്രൊസീജിയർ നിങ്ങൾ പഠിക്കേണ്ട. വിക്ടർ മേയർ ടെസ്റ്റിന്റെ അകത്ത് പ്രൈമറി ആൽക്കഹോൾ റെഡ് ആവും, സെക്കൻഡറി ആൽക്കഹോൾ ബ്ലൂ ആവും, ടെർഷ്യറി ആൽക്കഹോൾ കളർലെസ് ആവും എന്ന് പറയാം. നമുക്ക് വേണമെങ്കിൽ ഒരു RBC ആവും, പ്രൈമറി റെഡ്, സെക്കൻഡറി ബ്ലൂ, ടെർഷ്യറി കളർലെസ്. RBC ടെസ്റ്റ് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ വിക്ടർ മേയർ ടെസ്റ്റിനെ മനസ്സിലാക്കി വെക്കാവുന്നുള്ളൂ. ഇതാണ് ആൽക്കഹോളിന്റെ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആൽക്കഹോളിന്റെ ടെസ്റ്റിന് ശേഷം നമുക്ക് ഫീനോൾ കാണിക്കുന്ന ടെസ്റ്റുകളൊക്കെ ഒന്ന് ജസ്റ്റ് വേണ്ടി പറയുകയാണെങ്കിൽ, ഫീനോൾ ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ലിറ്റ്മസ് ആക്കി മാറ്റും. ബിക്കോസ് ഫീനോൾ ഇസ് സിംപ്ലി വോട്ട് ആസിഡിക്. ഫീനോള് ന്യൂട്രൽ ഫെറിക് ക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ ഫെറിക് ഫിനോക്സൈഡ് എന്ന് പറയുന്ന വയലറ്റ് ആയിട്ടുള്ള ഒരു കോംപ്ലക്സ് എന്ത് ചെയ്യും, ഫോം ചെയ്യും.
അല്ലെങ്കിൽ ഫീനോളിലേക്ക് നമ്മൾ താലിക് അനൈഡ്രൈഡ് ആഡ് ചെയ്യുക സൾഫ്യൂരിക് ആസിഡിന്റെ പ്രസൻസിൽ. അപ്പോൾ താലിൻ ഡൈ ടെസ്റ്റ് എന്ന് പറയുന്ന ടെസ്റ്റ് ആണ് നടക്കുക. യു വിൽ ഗെറ്റ് ഫിനോഫ്താലിൻ. ഫിനോഫ്താലിൻ എന്ന് പറയുന്നത് ഒരു വീക്ക് ആയിട്ടുള്ള എന്താണ് ആസിഡ് ആണ്. അതിനെ സ്ട്രോങ് ആൽക്കലൈൻ മീഡിയത്തിലേക്ക് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് വിൽ സ്പ്ലിറ്റ് ടു വാട്ട് ആനിയോൺ, പിങ്ക് കളർ ഫോം ചെയ്യും. നിങ്ങൾക്ക് അറിയാം ഫിനോഫ്താലിന്റെ കേസ് നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സ്ട്രോങ് ബേസിന്റെ ഡൈട്രേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു 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 ഇൻഡിക്കേറ്റർ ആണ് ആര് ഫിനോഫ്താലിൻ. അങ്ങനെ ഫിനോഫ്താലിൻ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് ഫീനോളിന് തിരിച്ചറിയാവുന്ന ഒരു ടെസ്റ്റ് ആയിട്ട് നമുക്ക് എടുക്കാം. അല്ലെങ്കിൽ ലൈബർമാൻ നൈട്രോസോ ടെസ്റ്റ് എന്ന് പറയുന്ന ടെസ്റ്റ് ഉണ്ട്. ഫീനോളിനെ HNO2മായി ട്രീറ്റ് ചെയ്യുന്നു. അപ്പോൾ പാരാനൈട്രോസോ ഫീനോൾ എന്ന് പറയുന്ന കോമ്പൗണ്ട് ഉണ്ടാവും. പാരാനൈട്രോസോ ഫീനോൾ പിന്നീട് ടോട്ടോമറൈസ് ചെയ്തിട്ട് ഐസോമറൈസ് ചെയ്തിട്ട് ക്യുനോൺ ഓക്സൈം എന്ന് പറയുന്ന കോമ്പൗണ്ട് ആയി മാറും. അത് ഫീനോളുമായിട്ട് വീണ്ടും റിയാക്ട് ചെയ്തിട്ട് റെഡ് കളേർഡ് ആയിട്ടുള്ള ഇൻഡോഫിനോൾസ് എന്ത് ചെയ്യും ഫോം ചെയ്യും. റെഡ് കളേർഡ് ലേറ്റർ എന്തായിട്ട് മാറും, ബ്ലൂ ആയിട്ട് മാറും. അപ്പോൾ ലൈബർമാൻ നൈട്രോസോ ടെസ്റ്റ് എന്ന് പറയുന്നത് ഫീനോളിന്റെ ഒരു ടെസ്റ്റ് ആണെന്നുള്ള രൂപത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക മനസ്സിലാക്കി വെക്കുക. ഇനി ഏത് കോമ്പൗണ്ടിന്റെ ടെസ്റ്റ് ആണ് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആൽഡിഹൈഡിന്റെയും കീറ്റോണിന്റെയും ടെസ്റ്റ് പറയാൻ പറ്റും. വളരെ ഫേമസ് ആയിട്ടുള്ള 2,4-DNP നിങ്ങൾക്ക് ആൽഡിഹൈഡിലേക്കും കീറ്റോണിലേക്കും എന്ത് ചെയ്യാം ആഡ് ചെയ്യാം. 2,4-DNP നിങ്ങൾ ആൽഡിഹൈഡിലേക്കും കീറ്റോണിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഓറഞ്ച്, റെഡ് അല്ലെങ്കിൽ യെല്ലോ കളേർഡ് ആയിട്ടുള്ള പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതല്ലെങ്കിൽ എല്ലാ ആൽഡിഹൈഡുകളും ആൻസർ ചെയ്യുന്ന ടോളൻസ് ചെയ്യുന്ന അമോണിയ സിൽവർ നൈട്രേറ്റ് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ആൽഡിഹൈഡ് ഓക്സിഡൈസ് ചെയ്തിട്ട് സിൽവർ ഡെപ്പോസിറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അത് റിയാക്ഷൻ കണ്ടെയ്നറിന് ഒരു മിറർ പോലെ ആക്ട് ചെയ്യുന്നൊക്കെ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടായിരിക്കും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ആഡ് ചെയ്യാം, അക്വസ് കോപ്പർ സൾഫേറ്റും സോഡിയം ആൽക്കലൈൻ സോഡിയം പൊട്ടാസ്യം ടാർട്ടറേറ്റ് എന്ന് വിളിക്കുന്ന ഫെലിൻ സൊല്യൂഷൻ ഇക്യുമുലർ ആയിട്ട് എന്ത് ചെയ്യാം ചേർക്കാം. അങ്ങനെ ചേർക്കുന്ന സമയത്ത് റെഡിഷ് ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് ആയിട്ടുള്ള CO2 ആണ് എന്ത് ചെയ്യുക ഫോം ചെയ്യുക. ആൻഡ് ദിസ് ഇസ് ഓൺലി ഷോൺ ബൈ ആലിഫാറ്റിക് ആൽഡിഹൈഡ്. ഓക്കെ, അരോമാറ്റിക് ആൽഡിഹൈഡ് എല്ലാ ആൽഡിഹൈഡും കാണിക്കില്ല, ആലിഫാറ്റിക് ആൽഡിഹൈഡ് മാത്രമേ കാണിക്കുള്ളൂ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഷിപ്സ് റിയന്റ് ആഡ് ചെയ്യാം. ആൽഡിഹൈഡ് ആണെങ്കിൽ അത് ചെയ്യും പിങ്ക് കളർ കാണിക്കും. അപ്പോൾ ഇത്രയും ടെസ്റ്റ് ആണ് ഓർഗാനിക് കോമ്പൗണ്ടിൽ ആൽഡിഹൈഡിന്റെ ടെസ്റ്റുകളായിട്ട് പറയുന്നത്. കാർബോക്സിലിക് ആസിഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് ബ്ലൂ ലിറ്റ്മസ് ചേർത്ത് കഴിഞ്ഞാൽ അസിഡിക് ആയതുകൊണ്ട് അത് റെഡ് ലിറ്റ്മസ് ആയിട്ട് മാറും. കാർബോക്സിലിക് ആസിഡിലേക്ക് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ആൽക്കോളും സൾഫ്യൂരിക് ആസിഡും ചേർത്ത് കഴിഞ്ഞാൽ എസ്റ്ററിഫിക്കേഷൻ നടന്ന് ഫ്രൂട്ടി സ്മെൽ എന്ത് ചെയ്യും ഫോം ചെയ്യും. മറ്റൊരു ടെസ്റ്റ് പറയുകയാണെങ്കിൽ ടെസ്റ്റ് ഫോർ COH എന്നൊക്കെ പറയാറുള്ള ബൈകാർബണേറ്റ് ടെസ്റ്റ്. സോഡിയം ബൈകാർബണേറ്റ് നമ്മൾ കാർബോക്സിലിക് ആസിഡിലേക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബൈകാർബണേറ്റിൽ നിന്നും CO2 ഇവോൾവ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ആരുടെ ടെസ്റ്റ്, കാർബോക്സിലിക് ആസിഡിന്റെ ടെസ്റ്റ് ആയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത്. അപ്പോൾ നമ്മുടെ അമൈൻസിന്റെ ടെസ്റ്റും കൂടെ ബാക്കിയുണ്ട്. അമൈൻസ് പ്രൈമറി അമൈൻ എന്ന് പറയുന്ന ആളെ മാത്രം തിരിച്ചറിയാൻ നമുക്ക് എന്ത് ഉപയോഗിക്കാം, കാബൈലമൈൻ ടെസ്റ്റ് ഉപയോഗിക്കാം. കാബൈലമൈൻ ടെസ്റ്റിൽ പ്രൈമറി അമൈനിലേക്ക് നമ്മൾ ക്ലോറോഫോം ആൽക്കൈൽ എന്ത് ചെയ്യും ആഡ് ചെയ്യും. ആഡ് ചെയ്യുന്ന സമയത്ത് ഫോൾ സ്മെല്ലിംഗ് ആയിട്ടുള്ള ഐസോസൈനൈഡ് ഫോം ചെയ്യും. അതേസമയം ഹിൻസ്ബർഗ് റിയൻ എന്ന് പറയുന്ന അരൈൽ സൾഫോണൈൽ ക്ലോറൈഡ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് പ്രൈമറിയും സെക്കൻഡറി ടെർഷ്യറി എന്ത് ചെയ്യാൻ പറ്റും, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പ്രൈമറി ആണെങ്കിൽ അരൈൽ സൾഫോണൈൽ ക്ലോറൈഡ് ഒരു സാൾട്ട് പ്രസിപ്പിറ്റേറ്റ് ക്രിയേറ്റ് ചെയ്യും. ആ സാൾട്ട് എക്സസ് ആൽക്കലിയിൽ ഡിസോൾവ് ആവും. സെക്കൻഡറി ആണെങ്കിൽ അരൈൽ സൾഫോണൈൽ ക്ലോറൈഡുമായിട്ട് ഹിൻസ്ബർഗ് റിയനുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് സാൾട്ട് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും. പക്ഷേ ആ സാൾട്ട് പ്രസിപ്പിറ്റേറ്റ് ആൽക്കലിയിൽ എന്താവില്ല, ഡിസോൾവ് ആവില്ല. ടെർഷ്യറി ആണെങ്കിൽ ഈ പറയപ്പെടുന്ന സാൾട്ട് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുന്നില്ല. അങ്ങനെ പ്രൈമറി സെക്കൻഡറി ടെർഷ്യറി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തിരിച്ചറിയാൻ പറ്റും. ഓക്കെ, ഇനി ഇത്രയാണ് ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ ടെസ്റ്റുകളായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത്. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് എന്ത് ചെയ്യാം ആൻസർ ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫീനോൾ ക്യാൻ ബി ഡിസ്റ്റിംഗ്വിഷ്ഡ് ഫ്രം ഈഥൈൽ ആൽക്കോഹോൾ ബൈ ഓൾ റിയേജന്റ് എക്സെപ്റ്റ്. അപ്പോൾ ഫീനോളും ഈഥൈൽ ആൽക്കോഹോളും തമ്മിൽ തിരിച്ചറിയാൻ പറ്റുന്ന റിയേജന്റ് ഏതൊഴിച്ച് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇതിൽ ഏതോ ഒരാള് ഫീനോളുമായിട്ട് റിയാക്ട് ചെയ്യും, ആൽക്കോളുമായിട്ട് റിയാക്ട് ചെയ്യില്ല, അല്ലെങ്കിൽ ആൽക്കോളുമായിട്ട് റിയാക്ട് ചെയ്യും, ഫീനോളുമായിട്ട് റിയാക്ട് ചെയ്യില്ല. രണ്ടുപേർക്കും കോമൺ ആയിട്ട് വരുന്ന റിയേജന്റ് ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഓക്കെ, NaOH അത് ഫീനോളുമായിട്ട് എന്ത് ചെയ്യില്ല, റിയാക്ട് NaOH ഫീനോളുമായിട്ട് റിയാക്ട് ചെയ്യും, ആൽക്കോളുമായിട്ട് റിയാക്ട് ചെയ്യൂല. അതുകൊണ്ട് NaOH ഉപയോഗിച്ചിട്ട് ആൽക്കോളും ഫീനോളും തിരിച്ചറിയാം. ഫെറിക് ക്ലോറൈഡ് ഫീനോളുമായിട്ട് മാത്രമേ റിയാക്ട് ചെയ്യുന്നുള്ളൂ, ആൽക്കോളുമായിട്ട് റിയാക്ട് ചെയ്യുന്നില്ല. അത് ഉപയോഗിച്ചും തിരിച്ചറിയാം. ബ്രോമിൻ വാട്ടർ ഫീനോളുമായിട്ട് റിയാക്ട് ചെയ്യുന്നുള്ളൂ, ആൽക്കോളുമായിട്ട് എന്ത് ചെയ്യുന്നില്ല, റിയാക്ട് ചെയ്യുന്നില്ല. ഫീനോളിൽ 2,4,6 ട്രൈബ്രോമോ ഫീനോൾ എന്ന് പറയുന്ന വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും. സോഡിയം ഇത് ആൽക്കോളുമായിട്ട് റിയാക്ട് ചെയ്യും, ഫീനോളുമായിട്ട് റിയാക്ട് ചെയ്യും, ഹൈഡ്രജൻ ഡിസ്പ്ലേസ് ചെയ്യും. അപ്പോൾ അത് ആൽക്കോൾ ആണോ നിങ്ങളെ കണ്ടെയ്നറിൽ, ഫീനോൾ ആണോ നിങ്ങളെ കണ്ടെയ്നറിൽ എന്ന് തിരിച്ചറിയാൻ പറ്റില്ല. സോ ഏത് ടെസ്റ്റ് ഉപയോഗിച്ചിട്ടാണ് ആൽക്കോളിനും ഫീനോളിനും തിരിച്ചറിയാൻ പറ്റാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ്സ് ബെറ്റർ സോഡിയം. അടുത്ത വിക്ടർ മെയർ ടെസ്റ്റ് പ്രൈമറി സെക്കൻഡറി ടെർഷ്യറി ഏത് കളേഴ്സാണ് പ്രൊഡ്യൂസ് ചെയ്യാം. ഞാൻ തിയറി ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് RBC ടെസ്റ്റ് എന്നുള്ള രൂപത്തിൽ ഞാൻ പറഞ്ഞു. സോ റെഡ് ബ്ലൂ കളർലെസ് ആയിരിക്കും പ്രൈമറി സെക്കൻഡറി ടെർഷ്യറിയുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ ടെസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തത്. നമുക്കിനി ടൈട്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങളുണ്ട്. അയഡിൻ വരുന്ന രണ്ട് ടൈപ്പ് ടൈട്രേഷൻസ് ഉണ്ട്, അയഡോമെട്രി, ഐഡിമെട്രി.
അതിൽ ഉപയോഗിക്കുന്ന ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള സ്റ്റെപ്പുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. The strength of an aqueous solution of iodine can be determined by titrating the solution with a standard solution. അപ്പോൾ അയഡിൻ ഫോം ചെയ്തത് എന്ത് സൊല്യൂഷനുമായിട്ട്, ഏത് സ്റ്റാൻഡേർഡ് സൊല്യൂഷനുമായിട്ട് ടൈട്രേറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ കണ്ടെത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ അയഡിൻ എന്തായി മാറും? അയഡൈഡ് ആയിട്ട് മാറും. അയഡിന് റിഡക്ഷൻ നടന്ന് അയഡൈഡ് ആയിട്ട് മാറും. ആ റിഡക്ഷൻ നടത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ, സ്റ്റാൻഡേർഡ് റെഡ്യൂസിങ് ഏജന്റ് ആണ് സോഡിയം തയോസൾഫേറ്റ് എന്ന് പറയുന്ന ആൾ. ഹൈപ്പോ സൊല്യൂഷൻ എന്നൊക്കെ പറയാറുണ്ട്. തയോസൾഫേറ്റ് അയഡിൻ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന, അയഡോമെട്രിയിലും ഐഡിയോമെട്രിയിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു റിയേജന്റ് ആണ് സോഡിയം തയോസൾഫേറ്റ് എന്ന് പറയുന്ന ആൾ. ഓക്കെ, അത് അയഡിൻ എന്താക്കി മാറ്റും? അയഡൈഡ് ആക്കി മാറ്റും. അങ്ങനെ സ്വയം ടെട്രാതയനേറ്റ് എന്ന് പറയുന്ന അയണായിട്ട് എന്ത് ചെയ്യും? ഓക്സിഡൈസ് ചെയ്യും. ഓക്കെ, സോ ദാറ്റ്സ് എ സ്റ്റാൻഡേർഡ് വിച്ച് ഇസ് എ റെഡ്യൂസിങ് ഏജന്റ്. അപ്പോൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബി, സോഡിയം തയോസൾഫേറ്റ് എന്ന് പറയാൻ പറ്റും. അടുത്ത ടൈട്രേഷനുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. എ സൊല്യൂഷൻ ഓഫ് 10 മില്ലി M/10 FeSO4 is titrated against, അല്ലേ? അപ്പോൾ ഫെറസ് സൾഫേറ്റും KMnO4 തമ്മിലുള്ള ടൈട്രേഷൻ ആണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും സ്റ്റാൻഡേർഡ് ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം, ഒരു പ്രൈമറി സ്റ്റാൻഡേർഡ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരാളാണ് KMnO4. KMnO4ന്റെ ടൈട്രേഷൻ നമ്മൾ സിലബസിൽ വരുന്നുണ്ട്, പെർമാഗ്നോമെട്രി എന്നാണ് പറയുക. സെൽഫ് ഇൻഡിക്കേറ്റർ ആയിട്ട് KMnO4 ആക്ട് ചെയ്യുന്ന കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ടൈട്രേഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വാണ്ടിറ്റേറ്റീവ് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ എന്ത് ചെയ്യണേ പറയുന്നത്. അപ്പോൾ 10 മില്ലി M/10 FeSO4നെ ടൈട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ KMnO4 സൊല്യൂഷൻ എന്ത് ചെയ്തിട്ടുണ്ട്? എടുത്തിട്ടുണ്ട് അസിഡിക് മീഡിയത്തിൽ. എങ്കിൽ എന്തോരം KMnO4 നിങ്ങൾ എടുക്കണം എന്നാണ് ചോദിക്കുന്നത്. എത്ര മില്ലി, എത്ര മോളാർ എടുക്കണം എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ ടൈട്രേഷന്റെ ലോജിക്ക് നിങ്ങൾക്ക് അറിയാം. ടൈട്രേഷന്റെ എൻ പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ രണ്ടിന്റെയും ഈക്വലൻസ് സെയിം ആയിരിക്കും. സോ മൊളാരിറ്റി ഇൻറ്റു വോള്യൂം ഇൻറ്റു എൻ ഫാക്ടർ ഓഫ് KMnO4 എന്ന് പറയുന്നത് exactly equal to molarity into volume into n factor of എന്തായിരിക്കും? FeSO4 ആയിരിക്കും. FeSO4 അല്ലേ? മൊളാരിറ്റി ഇൻറ്റു വോള്യൂം ഓഫ് KMnO4 ആണ് നിങ്ങൾക്ക് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് MV ആണ്. KMnO4ന് n ഫാക്ടർ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമായിരുന്നു അല്ലേ? KMnO4ന് n ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസിഡിക് മീഡിയം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അസിഡിക് മീഡിയത്തിൽ KMnO4 Mn2+ ആവുക ചെയ്യണം. സോ ഒരു മോളിൽ എത്ര ഇലക്ട്രോൺസ് ആണ് അവിടെ ഗെയിൻ ചെയ്യുന്നതാണ് n ഫാക്ടർ. സോ 5 ആയിരിക്കും n ഫാക്ടർ ആണല്ലോ. ഇനി അതേസമയം ഫെറസയോൺ, FeSO4ന്റെ അകത്ത് ഫെറസയോൺ ആണ്. ഫെറസയോൺ എന്തായിട്ട് മാറും മക്കളെ? Fe2+ ആയിട്ട് മാറും. അപ്പോൾ Fe2+ ആയി മാറുന്ന സമയത്ത് ഫെറസയോൺ ആണുള്ളത്, അത് എന്തായിട്ട് മാറും? Fe3+ ആയിട്ട് മാറും. Fe3+ ആയി മാറുന്ന സമയത്ത് അവിടുത്തെ n ഫാക്ടർ, ദ നമ്പർ ഓഫ് ഇലക്ട്രോൺ ലോസ്റ്റ് 1 ആണ്. പിന്നെ അവിടുത്തെ മൊളാരിറ്റി വോളിയം ഓൾറെഡി ക്വസ്റ്റിൻ്റെ അകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? തന്നിട്ടുണ്ട്. മൊളാരിറ്റി 1/10 മോളാർ ആണ്. M/10 എന്ന് പറയുന്നത് 1/10 മോളാർ ആണ്. വോളിയം എന്ന് പറയുന്നത് 10 ആണെന്ന് പറയുന്നുണ്ട്. n ഫാക്ടർ എത്രയാണ്? 1 ആണ്. അപ്പോൾ ഇതെല്ലാം കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ MV എത്രയെന്നുള്ള രൂപത്തിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. MV എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര വരണ്ടേ? 5 ആണ് വരണ്ടത്. 5 അല്ല, 1/5 ആണ് വരണ്ടത്. 1/5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.2. 0.2 ആണ് വരണ്ടത് MV. 0.2 MV. ഇവിടെ എമ്മും വിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 0.5 ആണ് വരുന്നത്. ഇവിടെ എമ്മും വിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ MV എന്ന് പറയുന്നത് മില്ലി മോൾ ആണ് കേട്ടോ. മില്ലി മോൾ ആണ്. ഇത്രയും മില്ലി മോളാണ് വരേണ്ടത്. ഓക്കെ, മില്ലി വോളിയം ഇൻറ്റു മൊളാരിറ്റി മില്ലി മോൾ നിങ്ങൾക്ക് കിട്ടും. 10ഉം 0.1 മൾട്ടിപ്ലൈ ചെയ്താൽ 1 മില്ലി മോളാണ് കിട്ടുന്നത്. 10ഉം 0.5 മൾട്ടിപ്ലൈ ചെയ്താൽ 5 മില്ലി മോളാണ് കിട്ടുന്നത്. 10ഉം 0.02 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 0.2 കിട്ടും. സോ ഏത് മൊളാരിറ്റി ഇൻറ്റു വോളിയം ഓഫ് KMnO4 ആണ് ഈ പറയുന്ന ടൈട്രേഷന് suitable ആയിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൊളാരിറ്റി ഇൻറ്റു വോളിയം 0.2 മില്ലി മോളിന് ഈക്വൽ ആവുന്ന 10 മില്ലി ഓഫ് 0.02 മോളാർ KMnO4 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ടൈട്രേഷന്റെ ഒരു ലോജിക്ക് ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻ. മുന്നോട്ടേക്ക് പോവാം. നിങ്ങളോട് പറയുന്നത് ദ ഇൻഡിക്കേറ്റർ യൂസ്ഡ് ഇൻ ദ ടൈട്രേഷൻ ഓഫ് അസറ്റിക് ആസിഡ് ആൻഡ് സോഡിയം ഹൈഡ്രോക്സൈഡ് ഫോർ ദ ക്വാണ്ടിറ്റേറ്റീവ് എസ്റ്റിമേഷൻ. ക്വാണ്ടിറ്റേറ്റീവ് എസ്റ്റിമേഷനിൽ അസറ്റിക് ആസിഡിന്റെയും സോഡിയം ഹൈഡ്രോക്സൈഡിന്റെയും ക്വാണ്ടിറ്റേറ്റീവ് എസ്റ്റിമേഷനിൽ, അപ്പോൾ അസറ്റിക് ആസിഡ് എന്ന് പറയുന്നത് ആരാ മക്കളെ? ഒരു വീക്ക് ആസിഡ് ആണ് അല്ലേ? സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത് ആരാണ്? സ്ട്രോങ് ബേസ് ആണ്. ഇതിന്റെ ക്വാണ്ടിറ്റേറ്റീവ് എസ്റ്റിമേഷനിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഇൻഡിക്കേറ്റർ ഏതാണെന്നുള്ളതാണ്. അപ്പോൾ ഇൻഡിക്കേറ്ററിന്റെ ഒരു ചെറിയ ഡീറ്റെയിൽ നമുക്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. 2 ടൈപ്പ് ഇൻഡിക്കേറ്റർ ആണ് ആസിഡ് ബേസ് ടൈട്രേഷന്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റുക. ഒന്ന് ഫിനോൾഫ്താലിൻ ആണ്. ഫിനോൾഫ്താലിൻ ഒരു വീക്ക് ആസിഡ് ആണെന്ന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. താലിൻ ഡൈറ്റസിന്റെ കേസിൽ ഫിനോൾഫ്താലിന് കളർലെസ് ആയിട്ടുള്ള ഒരു വീക്ക് ആസിഡ് ആണ്. ഓക്കെ, അപ്പൊ സ്ട്രോങ് അസിഡിക് മീഡിയത്തിൽ ഇത് അയണൈസ് ചെയ്യും. ഓക്കെ, വീക്ക് ആസിഡ് ആണ്. സ്ട്രോങ് അസിഡിക് മീഡിയത്തിൽ ഇതിനൊന്നും സംഭവിക്കില്ല. ആസിഡ് അല്ലേ, ആസിഡ് അസിഡിക് മീഡിയത്തിൽ അയണൈസ് ചെയ്യുന്നില്ല. അപ്പോൾ സ്ട്രോങ് അസിഡിക് മീഡിയത്തിൽ എങ്ങനെയാണോ അയാൾ ഉണ്ടായിരുന്നത് അങ്ങനെ തന്നെ ഉണ്ടാവുക. അപ്പോൾ കളർലെസ് ആയിരുന്ന ഫിനോൾഫ്താലിൻ സ്റ്റിൽ കളർലെസ് ആയിരിക്കും എന്തിൽ? സ്ട്രോങ് അസിഡിക് മീഡിയത്തിൽ. എന്നാൽ നമ്മളൊരു ആൽക്കലൈൻ മീഡിയത്തിലാണ്, ഏതാണ്ട് ഒരു 8.2 to 10 വരേക്കും pH വരുന്ന ആൽക്കലൈൻ മീഡിയത്തിലാണ് നമ്മുടെ ഫിനോൾഫ്താലിനെ കൊണ്ടുപോകുന്നെങ്കിൽ ആ വീക്ക് ആസിഡ് അയണൈസ് ചെയ്തിട്ട് അതെന്തായിട്ട് മാറും? ആന്യൂൺ ആയിട്ട് മാറും. ആ ആന്യൂണിന് ഒരു പിങ്ക് കളർ എന്ത് ചെയ്യാൻ പറ്റും? പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും.
അപ്പൊ ഏത് ടൈട്രേഷനിലാണ് കളർലെസ് ആയിട്ടുള്ള ഫിനോഫ്താലിൻ പിങ്ക് കളർ ആയിട്ടുള്ള ആനിയോൺ ആയി മാറുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് സ്ട്രോങ് ആൽക്കലൈൻ മീഡിയം പ്രൊഡ്യൂസ് ചെയ്യുന്ന ടൈട്രേഷനാണ്. അങ്ങനെ സ്ട്രോങ് ആൽക്കലൈൻ മീഡിയം പ്രൊഡ്യൂസ് ചെയ്യുന്ന ടൈട്രേഷൻ നടക്കുന്നത് ഒരു സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസും ടൈട്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഓക്കെയാണ്. സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസും ടൈട്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഓക്കെയാണ്. വീക്ക് ആസിഡും സ്ട്രോങ് ബേസും ടൈട്രേറ്റ് ചെയ്യുന്ന സമയത്ത് അത് ഓക്കെയാണ്. അപ്പോൾ സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസിലും വീക്ക് ആസിഡ് സ്ട്രോങ് ബേസിലും നിങ്ങൾക്ക് ആരോ ഉപയോഗിക്കാം, ഫിനോഫ്താലിൻ ഇൻഡിക്കേറ്റർ ആയിട്ട് ഉപയോഗിക്കാം. അതുപോലെ മീഥൈൽ ഓറഞ്ചിന്റെ കേസ് പറയുകയാണെങ്കിൽ അതൊരു വീക്ക് ബേസ് ആണ്, അത് യെല്ലോ കളേർഡ് ആണ്. ഓക്കെ, ഇത് സ്ട്രോങ് വീക്ക് ബേസ് ആണ്. അപ്പൊ സ്ട്രോങ് ബേസിൽ ഇയാൾക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല, അത് യെല്ലോ കളേർഡ് ആയിരിക്കും, റിയാക്ഷൻസ് ഒന്നും നടക്കുന്നില്ല. പക്ഷെ സ്ട്രോങ് ആസിഡിക് മീഡിയത്തിൽ ഈ വീക്ക് ബേസ് എന്ത് ചെയ്യും, അയണൈസ് ചെയ്യും. ഈ വീക്ക് ബേസ് അയണൈസ് ചെയ്ത് ഒരു കാറ്റോണിക് ഫോം സബ്സ്റ്റൻസ് ആയിട്ട് മാറും, ആൻഡ് ദാറ്റ് വിൽ പ്രൊഡ്യൂസ് എ റെഡ് കളർ. ഇതിന് ആപ്റ്റ് ആയിട്ടുള്ള pH എന്ന് പറയുന്നത് 3.1 to 4.4 വരെയൊക്കെ ആയിരിക്കും. ഓക്കെ, അപ്പൊ സ്ട്രോങ്ലി അസിഡിക് മീഡിയത്തിലാണ് ഈ പറയപ്പെടുന്ന ഫിനോഫ്താലിൻ എന്ത് ചെയ്യുക, ഇൻഡിക്കേഷൻസ് പ്രോപ്പർ ആയിട്ട് കാണിക്കുക. അപ്പോൾ നമുക്ക് ഏതൊക്കെ ടൈട്രേഷനിൽ അതിന് ഉപയോഗിക്കാമെന്ന് ചോദിച്ചാൽ സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസിലും ആപ്റ്റ് ആണ്, സ്ട്രോങ് ആസിഡും വീക്ക് ബേസിലും എന്താണ്, ആപ്റ്റ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു മക്കളെ? നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? നമ്മുടെ ക്വസ്റ്റ്യൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ, വീക്ക് ആസിഡും സ്ട്രോങ് ബേസും ഉള്ള ടൈട്രേഷൻ്റെ അകത്ത് നമുക്ക് ഏത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ബേസ് സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ, ആൽക്കലൈൻ മീഡിയം ആയതുകൊണ്ട് തന്നെ ഞാൻ പറയാൻ പോവാണെന്ത്, ഫിനോഫ്താലിൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, മുന്നോട്ടേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് കനോട്ട് ഗിവ് ഐഡോമെട്രിക് ടൈട്രേഷൻ? ഐഡോമെട്രിക് ടൈട്രേഷൻ കൊടുക്കാൻ പറ്റാത്തത് ആരെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അല്ലെ. എന്താണ് ഐഡോമെട്രിക് ടൈട്രേഷൻ എന്ന് പറയുന്നത്? നിങ്ങളുടെ കയ്യിലൊരു ഓക്സിഡൈസിങ് ഏജന്റ് ഉണ്ട്. ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ നിൽക്കുന്ന ഒരു ഓക്സിഡൈസിങ് ഏജന്റ്. അതിനെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, അയഡൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. അയഡൈഡുമായി ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഓക്സിഡൈസിങ് ഏജന്റ് എന്ത് സംഭവിക്കും, റിഡക്ഷൻ നടക്കും. ഓക്കെ, അയഡൈഡിന് എന്ത് സംഭവിക്കും, അയഡിനായിട്ട് മാറും. അയഡിനായിട്ട് മാറും. അപ്പോൾ ഓക്സിഡൈസിങ് ഏജന്റ്, ആ ഓക്സിഡൈസിങ് ഏജന്റിന്റെ ക്വാണ്ടിറ്റീസ് എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഐഡോമെട്രി എന്ത് ചെയ്യുന്നത്, നടത്തുന്നത്. അപ്പോൾ ഓക്സിഡൈസിങ് ഏജന്റ് എന്തായിട്ട് മാറും, റിഡക്ഷൻ വിധേയമായിട്ട് ഒരു പ്രൊഡക്റ്റ് ആയിട്ട് മാറും. അയഡൈഡ് ഇറ്റ്സെൽഫ് അയഡിനായിട്ട് മാറും. ഈ ഉണ്ടായ അയഡിനെ നമ്മൾ എന്ത് ചെയ്യും, സ്റ്റാൻഡേർഡ് തയോസൾഫേറ്റുമായിട്ട് ട്രീറ്റ് ചെയ്തിട്ട് എത്രയാണ് അയഡിൻ ലിബറേറ്റ് ചെയ്യുന്നത് എസ്റ്റിമേറ്റ് ചെയ്യും. അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഓക്സിഡൈസിങ് ഏജന്റിന്റെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ അയോഡോമെട്രിക് ടൈട്രേഷൻ്റെ അകത്ത് നിങ്ങൾ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കേണ്ട ഒരു ഓക്സിഡൈസിങ് ഏജന്റിനെയാണ്, ഹയർ ഓക്സിഡൈസിങ് സ്റ്റേറ്റിലുള്ള ആളെയാണ്. Fe3+ ഹയർ ഓക്സിഡൈസിങ് സ്റ്റേറ്റിൽ നിൽക്കുന്ന ഒരാളാണ്. Cu2+ ഹയർ ഓക്സിഡൈസിങ് സ്റ്റേറ്റിൽ നിൽക്കുന്ന ഒരാളാണ്. Ag2+ ഹയർ ഓക്സിഡൈസിങ് സ്റ്റേറ്റിൽ നിൽക്കുന്ന ആളാണ്. നിങ്ങൾക്കറിയാം Pb2+ ലെഡിന്റെ ഹയർ ഓക്സിഡൈസിങ് സ്റ്റേറ്റ് അല്ല, Pb4+ ആണ് ലെഡിന്റെ ഹയർ ഓക്സിഡൈസിങ് സ്റ്റേറ്റ്. അപ്പോൾ Pb2+ ഒരു റെഡ്യൂസിങ് ഏജന്റ് ആണ്, അല്ലെങ്കിൽ ഒരു നല്ലൊരു ഓക്സിഡൈസിങ് ഏജന്റ് അല്ല. അതുകൊണ്ട് അയാളെ എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് ഐഡോമെട്രിക് ടൈട്രേഷൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ള രൂപത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. മുന്നോട്ടേക്ക് പോവാം. നമുക്കിനി കുറച്ച് കാറ്റോൺ ആനിയോൺ ടെസ്റ്റുകളാണ് എന്ത് ചെയ്യാനുള്ളത്, പറയാനുള്ളത്. സാൾട്ട് അനാലിസിസിലെ ടെസ്റ്റുകളാണ് പറയാനുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം ആനിയോണിന്റെ കുറച്ച് ടെസ്റ്റുകൾ പറയാം. നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനുള്ള ആനിയോൺ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ടെസ്റ്റുകൾ മാത്രം പറയാം. ഒരുപാട് ടെസ്റ്റുകളുണ്ട്, ഏറ്റവും പ്രധാനപ്പെട്ട ടെസ്റ്റുകൾ മാത്രം പറയാം. ശ്രദ്ധിക്കുക, നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനുള്ള നമ്മുടെ സാൾട്ടിന്റെ അകത്തുള്ള ആനിയോൺ ആയിട്ട് കിടക്കുന്ന അസിഡിക് ആയിട്ട് കിടക്കുന്ന റാഡിക്കൽ എന്ന് പറയുന്നത് കാർബണേറ്റ് ആണെങ്കിൽ കാർബണേറ്റിലേക്ക് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഡയല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് ആണ്. ഡയല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുക. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യും, കാർബൺ ഡൈ ഓക്സൈഡിന്റെ ബ്രിസ്ക് എഫറൻസ് ഫോം ചെയ്യും. അതിന് നമ്മൾ ക്ലിയർ ലൈം വാട്ടറിലൂടെ പാസ് ചെയ്യുക. അപ്പോൾ ലൈം വാട്ടർ മിൽക്കി ആവും. എക്സസ് ആയിട്ട് പിന്നെയും CO2 പാസ് ചെയ്യുകയാണെങ്കിൽ ആ മിൽക്കി കളർ ഡിസപ്പിയർ ആവും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഡയല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുന്ന സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡിന്റെ ബ്രിസ്ക് എന്ത് ചെയ്യും, ഫോം ചെയ്യും. അത് ക്ലിയർ ലൈം വാട്ടറിലൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ മിൽക്കി ആവുന്നുണ്ടെങ്കിൽ നമുക്ക് കാർബണേറ്റ് ആണ് നമ്മുടെ ആനിയോൺ എന്ത് ചെയ്യാൻ പറ്റും, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി സൾഫൈഡ് ആണ് നിങ്ങളുടെ ആനിയോൺ, നിങ്ങളെ കോമ്പൗണ്ട് അകത്തുള്ള ആനിയോൺ സൾഫൈഡ് ആണെങ്കിൽ നമുക്ക് രണ്ട് ടെസ്റ്റുകൾ പറയാൻ പറ്റും. ഡയല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുക, അപ്പോൾ ഹൈഡ്രജൻ സൾഫൈഡ് ആവും. നിങ്ങൾ അതിലേക്ക് ലെഡ് അസിറ്റേറ്റ് ആഡ് ചെയ്യുക, അപ്പോൾ ബ്ലാക്ക് കളറിലുള്ള PbS എന്ത് ചെയ്യും, ഫോം ചെയ്യും. അല്ലെങ്കിൽ നിങ്ങൾക്ക് സോഡിയം നൈട്രോപ്രോസൈഡ് എന്ത് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ വയലറ്റ് കളറിലുള്ള സോഡിയം തയോനൈട്രോപ്രോസൈഡ് എന്ത് ചെയ്യും, ഫോം ചെയ്യും. ഓക്കെ, ഇനി നൈട്രൈറ്റിന്റെ ടെസ്റ്റ്. നൈട്രൈറ്റിന്റെ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നൈട്രൈറ്റ് ആണെങ്കിൽ ഡയല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രൗൺ ഫ്യൂംസ് ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അത് നൈട്രൈറ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും, നൈട്രൈറ്റ്. ഓക്കെ, അതല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ടെസ്റ്റ് ആണ്, നമ്മൾ അസറ്റിക് ആസിഡ് ഉപയോഗിച്ച് എന്ത് ചെയ്യുക, അസിഡിഫൈ ചെയ്യുക. അപ്പോൾ അത് നൈട്രസ് ആസിഡ് ആയിട്ട് മാറും, നൈട്രേറ്റ് HNO2 ആയിട്ട് മാറും അസിഡിഫൈ ചെയ്യുമ്പോൾ. ഓക്കെ, എന്നിട്ട് അതിലേക്ക് നമ്മൾ പൊട്ടാസ്യം അയഡൈഡ് ചേർക്കുന്ന സമയത്ത് HNO2 എന്ന് പറയുന്ന ആൾ പൊട്ടാസ്യം അയഡൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ K-യുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അത് I2 ആയിട്ട് മാറും. I2 സ്റ്റാർച്ചിന് എന്താക്കി മാറ്റും, ബ്ലൂ കളർ ആക്കി മാറ്റും. അപ്പോൾ അതും ഒരു ഇൻഡിക്കേഷൻ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അസിഡിഫൈ ചെയ്യുക, എന്നിട്ട് പൊട്ടാസ്യം അയഡൈഡ് ആഡ് ചെയ്യുക. അപ്പോൾ
കിട്ടുന്ന അയഡിനെ അപ്പോൾ കിട്ടുന്ന കോമ്പൗണ്ടിന് സ്റ്റാർച്ചിനെ കളേർഡ് ആക്കാൻ പറ്റുമെങ്കിൽ അത് ആരുടെ ടെസ്റ്റ് ആണ്? അയഡിന്റെ ഈ പറയപ്പെടുന്ന നൈട്രേറ്റിന്റെ ടെസ്റ്റ് ആണ്. അപ്പോൾ ഇത് രണ്ടുമാണ് നൈട്രേറ്റിന്റെ ടെസ്റ്റുകളായിട്ട് നമ്മളെ സിലബസിന്റെ അകത്ത് പറയുന്നത്. ഓക്കെ, ഇനി സൾഫൈഡും നൈട്രേറ്റും കഴിഞ്ഞു. ഇനി ക്ലോറൈഡ് ആണ്. ക്ലോറൈഡിന്റെ ഏറ്റവും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത്, ക്ലോറൈഡ് നമുക്ക് എന്ത് ചെയ്യാം? HNO3 അസിഡിഫൈ ചെയ്തിട്ട് അതിലേക്ക് AgNO3 ആഡ് ചെയ്യാം. അപ്പോൾ AgCl പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാവും. അത് എക്സസ് NaOH ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് ആ പ്രസിപ്പിറ്റേറ്റ് ഡിസോൾവ് ചെയ്യും. ഇതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടെസ്റ്റ് ആണ്. അതുപോലെ തന്നെ ക്ലോറൈഡ് ഉണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് പൊട്ടാസ്യം ഡൈക്രോമേറ്റും സൾഫ്യൂരിക് ആസിഡും കൂടെ എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. അപ്പോൾ അത് ക്രോമൈൽ ക്ലോറൈഡ് എന്ന് പറയുന്ന സാധനമായിട്ട് മാറും. ക്രോമൈൽ ക്ലോറൈഡിലേക്ക് നമ്മൾ ആൽക്കലി ചേർക്കുകയാണെങ്കിൽ അത് യെല്ലോ കളർ ആയിട്ടുള്ള സോഡിയം ക്രോമേറ്റ് ആയിട്ട് മാറും. ഇത് രണ്ടാണ് ക്ലോറിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടെസ്റ്റുകളായിട്ട് വരുന്നത്. അയഡിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടെസ്റ്റുകൾ എന്ന് പറയുന്നത് അയഡിലേക്ക് നമുക്ക് അയഡൈഡ് സാൾട്ടിലേക്ക് നമുക്ക് സോഡിയം കാർബണേറ്റ് ചേർത്ത് സോഡിയം അയഡൈഡ് എന്ത് ചെയ്യാൻ പറ്റും? ഫോം ചെയ്യാൻ പറ്റും. അതിനെ അസിഡിഫൈ ചെയ്യുക HNO3 ഉപയോഗിച്ചിട്ട്, എന്നിട്ട് AgNO3 എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. അപ്പോൾ യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും. അത് അമോണിയം ഹൈഡ്രോക്സൈഡിൽ ഇൻസൊല്യൂബിൾ ആയിരിക്കും. ഓക്കെ, ഇനി അതല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു രൂപം, സോഡിയം കാർബണേറ്റ് ആഡ് ചെയ്തിട്ട് സോഡിയം അയഡൈഡ് എന്ത് ചെയ്യുക? ക്രിയേറ്റ് ചെയ്യുക, സോഡിയം എക്സ്ട്രാക്ട് ഫോം ചെയ്യുക. അതിനെ ലെയർ ടെസ്റ്റ് നടത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനെ അത്ര തന്നെ ക്വാണ്ടിറ്റി നമ്മൾ എന്ത് ചെയ്യുക? ക്ലോറോഫോമോ CCl4 എടുക്കുക, എന്നിട്ട് അതിലേക്ക് ക്ലോറിൻ വാട്ടർ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടന്നിട്ട് അയഡിൻ എന്ത് ചെയ്യും? നമുക്ക് ഒരു ലെയർ ആയിട്ട് എന്ത് ചെയ്യും? ഫോം ചെയ്യും. അത് വയലറ്റ് കളർ ഫോം ചെയ്യും. ഓക്കെ, അത് ഈ അയഡിൻ ഈ പറയപ്പെടുന്ന ക്ലോറോഫോമിൽ ഡിസോൾവ് ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു ലെയർ നമുക്ക് ഫോം ചെയ്യും. ലെയർ ടെസ്റ്റ് എന്നാണ് അതിനെ പറയുക. ഓക്കെ, ഇനി ബ്രോമിനെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ സോഡിയം കാർബണേറ്റ് എക്സ്ട്രാക്ട് ആഡ് ചെയ്യാം. അപ്പോൾ സോഡിയം ബ്രോമൈഡ് എന്ത് ചെയ്യും? ഫോം ചെയ്യും. അസിഡിഫൈ ചെയ്യുക HNO3 ഉപയോഗിച്ചിട്ട്, എന്നിട്ട് എന്ത് ചെയ്യുക? AgNO3 ആഡ് ചെയ്യുക. അപ്പോൾ പെയിൽ യെല്ലോ കളറിലായിട്ടുള്ള AgBr എന്ത് ചെയ്യും? ഫോം ചെയ്യും. ആ AgBr അമോണിയം ഹൈഡ്രോക്സൈഡിൽ പാർഷ്യലി എന്തായിരിക്കും? സൊല്യൂബിൾ ആയിരിക്കും. അല്ലെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇതിലേക്ക് എന്ത് ചെയ്യുക? ലെയർ ടെസ്റ്റ് നടത്തുക. ക്ലോറോഫോമോ അല്ലെങ്കിൽ CCl4 പ്ലസ് എന്ത് ആഡ് ചെയ്യുക? നമ്മുടെ ക്ലോറിൻ വാട്ടർ ആഡ് ചെയ്യുക. ക്ലോറിൻ വാട്ടർ ആഡ് ചെയ്യുന്ന സമയത്ത് നേരത്തെ പറഞ്ഞത് വയലറ്റ് കളറേഷൻ ആണ്, ഇപ്പോൾ ഒരു റെഡ് ബ്രൗൺ കളറേഷൻ ആയിരിക്കും ഫോം ചെയ്യുക ബ്രോമിന്റെ. അങ്ങനെയാണെങ്കിൽ ബ്രോമിനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന മറ്റൊരു ആനിയോൺ ആണ് ആര്? നൈട്രേറ്റ് എന്ന് പറയുന്നത്. നൈട്രേറ്റ് നേരത്തെ ഞാൻ പറഞ്ഞു, നൈട്രൈറ്റ് ആണെങ്കിൽ ഡയലൂട്ട് സൾഫ്യൂരിക് ആസിഡിൽ ബ്രൗൺ ഫ്യൂംസ് ഫോം ചെയ്യും. കോൺസെൻട്രേറ്റ് സൾഫ്യൂരിക് ആസിഡിൽ ബ്രൗൺ ഫ്യൂംസ് ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് ആര്? നൈട്രേറ്റ് എന്ന് പറയുന്ന ആൾ. അതല്ലെങ്കിൽ മറ്റൊരു ടെസ്റ്റ്, നൈട്രേറ്റ് സൊല്യൂഷന്റെ തുല്യ അളവിൽ എന്ത് ചെയ്യുക? ഫ്രഷ്ലി പ്രിപ്പയർഡ് ഫെറസ് സൾഫേറ്റ് എടുക്കുക, എന്നിട്ട് അതിലേക്ക് സൾഫ്യൂരിക് ആസിഡ് ഡ്രോപ്സ് ആയിട്ട് ആഡ് ചെയ്യുക. അപ്പോൾ ജംഗ്ഷനിലായിട്ട് നിങ്ങൾക്ക് ഒരു ബ്രൗൺ റിംഗ് കോംപ്ലക്സ് ഫോം ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ബ്രൗൺ റിംഗിന്റെ ഫോർമുല എന്ന് പറയുന്നത് FeH2O 5 times NO 2+ ആണ്. അതിൽ അയൺ +1 ഓക്സിഡൈൻ സ്റ്റേറ്റിലാണ് ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ആനിയോൺസിന്റെ ടെസ്റ്റ്. ഏറ്റവും ബ്രീഫ് ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് അതുമായി റിലേറ്റ് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതൊന്ന് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ നോക്കണം. ആനിയോൺ ഏതാണ് എന്നുള്ളതാണ് ഐഡന്റിഫൈ ചെയ്യാനുള്ളത്. ഓക്കെ, ഡയലൂട്ട് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ ആനിയോൺസ് കാണിക്കുന്ന ഇൻഡിക്കേഷൻ അനുസരിച്ച് മാച്ച് ചെയ്യാനാണ്. കാർബണേറ്റും ഡയലൂട്ട് സൾഫ്യൂരിക് ആസിഡും ആഡ് ചെയ്താൽ നമുക്കറിയാം അത് എന്ത് ഫോം ചെയ്യും? ബ്രിസ്ക് എഫറസൻസ് എന്ത് ചെയ്യും? ഫോം ചെയ്യും. അത് ലൈം വാട്ടറിനെ മിൽക്കിയാക്കും നമ്മൾ എന്ത് ചെയ്തു? പറഞ്ഞു. ഇനി സൾഫൈഡ് ആണ് എന്നുണ്ടെങ്കിൽ, സൾഫൈഡ് ആണെങ്കിൽ ലെഡ് അസറ്റേറ്റിനെ ബ്ലാക്ക് കളർ ആക്കും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി നൈട്രൈറ്റ് ആണെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞു ബ്രൗൺ ഫ്യൂംസ് എന്ത് ചെയ്യും? ഫോം ചെയ്യും. അതിലേക്ക് അസിഡിഫൈ ചെയ്തിട്ട് അല്ലേ, അസിഡിഫൈ ചെയ്തിട്ട് എന്ത് ചെയ്യുക? K ആഡ് ചെയ്യുക. അപ്പോൾ സ്റ്റാർച്ചിനെ ഐഡിൻ ലിബറേറ്റ് ചെയ്യും. അത് സ്റ്റാർച്ചിനെ ബ്ലൂ ആക്കി മാറ്റും എന്ന് പറഞ്ഞു. അപ്പോൾ A എന്ന് പറയുന്നത് മാച്ചിങ് വിത്ത് 4 ആണ്. B എന്ന് പറയുന്നത് മാച്ചിങ് വിത്ത് 1 ആണ്. C എന്ന് പറയുന്നത് D എന്ന് പറയുന്നത് മാച്ചിങ് വിത്ത് എന്താണ്? 3 ആണ്. ഓക്കെ, അപ്പോൾ C ഓട്ടോമാറ്റിക്കലി എന്താവും? 2 ആയിരിക്കും. കറക്റ്റ് ആണ്. സൾഫൈറ്റിനെ നിങ്ങൾ അസിഡിഫൈഡ് പൊട്ടാസ്യം ഡൈക്രോമേറ്റുമായി ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് സൾഫൈറ്റിനെ സൾഫേറ്റ് ആക്കി മാറ്റും ആര്? ഡൈക്രോമേറ്റ്. അതേസമയം ഡൈക്രോമേറ്റ് റെഡ്യൂസ്ഡ് ആയിട്ട് CrP+ ആകും, വിച്ച് വിൽ ക്രിയേറ്റ് എ ഗ്രീൻ കളർ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഓപ്ഷൻ ബെറ്റർ 1 D ഓപ്ഷൻ ആയിരിക്കും ബെറ്റർ 1 ആണെന്നുണ്ടാവുക അല്ലേ? കറക്റ്റ് അല്ലടാ? D ഓപ്ഷൻ ആണ് ബെറ്റർ 1. ഓക്കെ, മുന്നോട്ടേക്ക് പോവാം. ബ്രൗൺ റിംഗ് ടെസ്റ്റ് നൈട്രൈറ്റിന്റെയും നൈട്രേറ്റിന്റെ ഒക്കെ വളരെ റയർ ആയിട്ട് നൈട്രേറ്റും ടെസ്റ്റ് കാണിക്കാറുണ്ട്. നന്നായിട്ട് കാണിക്കുന്നത് നൈട്രേറ്റ് ആണ്. അത് കാണിക്കുന്ന ഈ ബ്രൗൺ റിംഗ് ടെസ്റ്റിന്റെ ഫോർമുല, ബ്രൗൺ റിംഗ് കോംപ്ലക്സിന്റെ ഫോർമുല എന്താണെന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുണ്ടായിരുന്നു FeH2O 5 times NO+ അല്ലെ? അപ്പോൾ C ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം? പറയാം. ഓക്കെ, മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ച് കാറ്റോണിന്റെ ടെസ്റ്റുകളും കൂടെ പറയാനുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് കാറ്റോൺസ് ഉണ്ട്. കാറ്റോൺസിന്റെ ടെസ്റ്റുകൾ എന്തൊക്കെയാണെന്ന് എന്ത് ചെയ്യാം? നോക്കാം, ശ്രദ്ധിക്കാം. ഗ്രൂപ്പ് 0 വരുന്ന കാറ്റോൺ ആണ് അമോണിയം. അമോണിയത്തിന്റെ ഗ്രൂപ്പ് റിയേജന്റ് ആണ് ആര്? NaOH. ആ അമോണിയം ഒരു
അസിഡിക് ആയിട്ടുള്ള ആളായതുകൊണ്ട് തന്നെ നമ്മൾ അതിലേക്ക് NaOH ആഡ് ചെയ്യുകയാണെങ്കിൽ അവിടുന്ന് അമോണിയ എന്ത് ചെയ്യും, ലിബറേറ്റ് ചെയ്യും. ആ അമോണിയനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, തിരിച്ചറിയാൻ പറ്റും. അമോണിയയിലേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ആയിട്ടുള്ള ഒരു HClന്റെ റോഡ് ഡിപ്പ് കാണിക്കുകയാണെങ്കിൽ അത് അമോണിയം ക്ലോറൈഡ് എന്ന് പറയുന്ന തിക് ഡെൻസ് വൈറ്റ് ഫ്യൂംസ് ആയിട്ട് മാറും. അതല്ലെങ്കിൽ നെസ്ലേസ് റിയന്റ് K2HgI4 എന്ന് പറയുന്ന റിയന്റ് ചേർക്കുന്ന സമയത്ത് ബ്രൗൺ കളറേഷൻ, മില്യൺസ് ഓഫ് അയഡൈഡ് എന്ന് പറയുന്ന ബ്രൗൺ കളറേഷൻ എന്ത് ചെയ്യും, ഫോം ചെയ്യും. ഈ രണ്ട് രീതിയിൽ നമുക്കത് അമോണിയ ആണെന്ന് എന്ത് ചെയ്യാൻ പറ്റും, അമോണിയം അയോൺ ആണ് കാറ്റോൺ എന്ന് തിരിച്ചറിയാൻ പറ്റും. പിന്നെ ഗ്രൂപ്പ് 1 എന്ന് പറയുന്ന ഗ്രൂപ്പ് 1ൽ പെടുന്ന കാറ്റോൺസ് ആണ് Pb2+, Ag+, Hg2+. അതിൻ്റെ അകത്ത് Pb2+ന്റെ ടെസ്റ്റ് ആണ് നമ്മളെ ബുക്കിൽ കാര്യമായിട്ട് എന്ത് ചെയ്യണേ പറയുന്നത്, നമ്മുടെ സിലബസിൽ കാര്യമായിട്ട് പറയുന്നത്. അവിടുത്തെ ഗ്രൂപ്പ് റിയൻ എന്ന് പറയുന്നത് ഡയലൂട്ട് HCl ആണ്. ഈ ഡയലൂട്ട് HCl Pb2+ സാൾട്ടിലേക്ക് നിങ്ങൾ ചേർക്കുന്ന സമയത്ത് HClലെ ക്ലോറിനും Pb2+ഉം കൂടെ കൂടി ചേർന്നിട്ട് വൈറ്റ് കളേർഡ് ആയിട്ടുള്ള PbCl2 ഫോം ചെയ്യും. അതിനെ നിങ്ങൾക്ക് പൊട്ടാസ്യം ക്രോമേറ്റുമായി ട്രീറ്റ് ചെയ്തിട്ട് യെല്ലോ കളേർഡ് ആയിട്ടുള്ള ലെഡ് ക്രോമേറ്റ് ആക്കി, അതിനെ നിങ്ങൾക്ക് പൊട്ടാസ്യം ക്രോമേറ്റുമായി ട്രീറ്റ് ചെയ്തിട്ട് ലെഡ് ക്ലോറൈഡിനെ യെല്ലോ കളേർഡ് ആയിട്ടുള്ള ലെഡ് ക്രോമേറ്റ് ആക്കി മാറ്റാൻ പറ്റും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടെസ്റ്റ് എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് PbCl2ലേക്ക് Ka ആഡ് ചെയ്തിട്ട് PbI2ന്റെ യെല്ലോ പ്രസിപ്പിറ്റേറ്റ് എന്ത് ചെയ്യാം, ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തത് നമ്മുടെ ഗ്രൂപ്പ് 2, അതിൻ്റെ അകത്ത് Pb2+ ഉണ്ട്, Cu2+ ഉണ്ട്. രണ്ടിനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഡയലൂട്ട് HClഉം അതുപോലെ H2S ആണ് അവിടുത്തെ ഗ്രൂപ്പ് റിയൻ എന്ന് പറയുന്നത്. ഇത് രണ്ടും ബ്ലാക്ക് പ്രസിപ്പിറ്റേഷൻ കാണിക്കും ആരുമായിട്ട്, Pb2+ഉം Cu2+ഉമായിട്ട്. അതിൽ Cu2+ന്റെ ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഡയലൂട്ട് HClഉം H2Sഉം ആഡ് ചെയ്തതിന് ശേഷം NH4OH എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. NH4OH ആഡ് ചെയ്യുന്ന സമയത്ത് അത് ബ്ലൂയിഷ് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും. അതിന് നമ്മൾ പിന്നീട് പൊട്ടാസ്യം ഫെറോസൈനേറ്റ് ഒക്കെ ഫെറോസൈനേറ്റ് ആഡ് ചെയ്തിട്ട് ചോക്ലേറ്റ് ബ്രൗൺ കളറിലേക്ക് എത്തിക്കുകയാണ് എന്ത് ചെയ്യാം, ഈ പറയപ്പെടുന്ന Cu2+ ആയിട്ട് നമ്മൾ ചെയ്യാം. അതേസമയം ഡയറക്ട്ലി K2CrO4 ലെഡ് ക്രോമേറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ PbCrO4 എന്ത് ചെയ്യും, ഫോം ചെയ്യും. നേരത്തെ നമ്മൾ ഗ്രൂപ്പ് 1ൽ ചെയ്ത പോലെ പൊട്ടാസ്യം ക്രോമേറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. അപ്പോൾ അത് ലെഡ് ക്രോമേറ്റ് ആയിട്ട് ഫോം ചെയ്യുന്ന യെല്ലോ കളർ ഫോം ചെയ്യുകയാണെങ്കിൽ നമുക്കത് Pb2+ എന്നുള്ള രൂപത്തിൽ എന്ത് ചെയ്യാം, പറയാൻ പറ്റും. ഓക്കെ, ഇനി ഇതുപോലെ നമ്മൾ ഗ്രൂപ്പ് 3 പറയുകയാണെങ്കിൽ അതിൽ Al3+ഉം Fe3+ഉം ആണുള്ളത്. ഇതിനെ ഗ്രൂപ്പ് റിയൻ എന്ന് പറയുന്നത് അമോണിയം ക്ലോറൈഡും പിന്നെ ആരുമാണ്, അമോണിയം ക്ലോറൈഡും അമോണിയം ഹൈഡ്രോക്സൈഡും ആണ്. ഇത് രണ്ടും കൂടെ ചേർക്കുകയാണെങ്കിൽ Al3+ ആണെങ്കിൽ അത് ഒരു വൈറ്റ് ജെലാറ്റിനസ് പ്രസിപ്പിറ്റേറ്റ് എന്ത് ചെയ്യും, ഫോം ചെയ്യും. ആ പ്രസിപ്പിറ്റേറ്റ് എക്സസ് ആൽക്കലിയിൽ ഡിസോൾവ് ആവും. ഓക്കെ, അതേസമയം Fe3+ ആണെങ്കിൽ അതൊരു റെഡിഷ് ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും. റെഡിഷ് ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് ഓഫ് ഫെറിക് ഹൈഡ്രോക്സൈഡ് എന്ത് ചെയ്യും, ഫോം ചെയ്യും. ആ ഹൈഡ്രോക്സൈഡ് പൊട്ടാസ്യം ഫെറോസൈനൈഡിൽ എന്ത് റെഡ്യൂസ് ചെയ്യും, പ്രഷ്യൻ ബ്ലൂ കളർ ഫോം ചെയ്യും. അതല്ലെങ്കിൽ പൊട്ടാസ്യം റെഡിഷ് ബ്രൗൺ ആയിട്ടുള്ള ഫെറിക് ഹൈഡ്രോക്സൈഡ് അത് പൊട്ടാസ്യം തയോസൈനേറ്റുമായി ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് ബ്ലഡ് റെഡ് കളർ എന്ത് ചെയ്യും, ഫോം ചെയ്യും. അപ്പോൾ ഒന്നുകിൽ പ്രഷ്യൻ ബ്ലൂ കളറിൽ എക്സ്ട്രാക്ട് ചെയ്യാം, അല്ലെങ്കിൽ റെഡ് ബ്ലഡ് കളറിൽ നമുക്ക് അതിനെ ഐഡന്റിഫൈ ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഗ്രൂപ്പ് 4ൽ നമുക്ക് Zinc2+ ഉണ്ട്, Ni2+ ഉണ്ട്. ഗ്രൂപ്പ് എ എന്ന് പറയുന്നത് അമോണിയം ഹൈഡ്രോക്സൈഡും അമോണിയം ക്ലോറൈഡും H2Sഉം കൂടെ ചേർന്നതാണ്. ഇത് Zinc2+ അയോൺ ആണെങ്കിൽ നമ്മൾ ഈ പറയപ്പെടുന്ന റിയേജന്റ് ചേർക്കുന്ന സമയത്ത് ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് എന്ത് ചെയ്യും, ഫോം ചെയ്യും. ഓക്കെ, വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും. Nickel2+ ആണുള്ളതെങ്കിൽ Nickel2+ ഒരു ബ്ലാക്ക് പ്രസിപ്പിറ്റേറ്റ് ആണ് ഫോം ചെയ്യുക. ആ ബ്ലാക്ക് പ്രസിപ്പിറ്റേറ്റ് നമ്മൾ അക്വറേജിയ എന്ന് പറയുന്ന 1:3 പ്രപ്പോർഷനിൽ HNO3 HClഉം ആഡ് ചെയ്യുന്നതിനാണ് നമ്മൾ അക്വറേജിയ എന്ന് പറയുന്നത്. ഡിസോൾവ് ആവാൻ വേണ്ടിയിട്ടാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ Nickel2+ അതിൻ്റെ അകത്ത് ഡിസോൾവ് ആവും. എന്നിട്ട് നമ്മൾ അതിലേക്ക് അമോണിയം തയോസൈനേറ്റ് ആഡ് ചെയ്യാം, ഓർ ഡൈമിഥൈൽ ഗ്ലയോക്സൈഡ് എന്ന് പറയുന്ന കോമ്പൗണ്ട് ആഡ് ചെയ്യാം. രണ്ട് ആഡ് ചെയ്താലും ഒരു റെഡ് അല്ലെങ്കിൽ പിങ്ക് കളറിലുള്ള പ്രസിപ്പിറ്റേറ്റ് ആണ് എന്ത് ചെയ്യുക, ഫോം ചെയ്യുക. ഓക്കെ, ഇനി രണ്ട് ഗ്രൂപ്പും കൂടെ ഉണ്ട്, അല്ലെങ്കിൽ ഗ്രൂപ്പ് 5ൽ മെയിൻലി കാൽസ്യം ഉണ്ട്. അവിടുത്തെ ഗ്രൂപ്പ് എ എന്ന് പറയുന്നത് അമോണിയം ക്ലോറൈഡും അമോണിയം ഹൈഡ്രോക്സൈഡും അമോണിയം കാർബണേറ്റും ആണ്. ഇത് കാൽസ്യം ആണ് ഉള്ളതെങ്കിൽ, കാൽസ്യം ആണ് നിങ്ങളുടെ സാൾട്ടിലുള്ളതെങ്കിൽ അത് CaCO3 ആയിട്ട് ഫോം ചെയ്യും. ഈ CaCO3 അമോണിയം ഓക്സലേറ്റുമായി ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് കാൽസ്യം ഓക്സലേറ്റിന്റെ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കൊടുക്കും. തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്ലെയിം ടെസ്റ്റ് നടത്താം. ഫ്ലെയിം ടെസ്റ്റ് നടത്തുന്ന സമയത്ത് കാൽസ്യം ആണെങ്കിൽ ബ്രിക്ക് റെഡ് എന്ത് ചെയ്യും, ഫോം ചെയ്യും. ഗ്രൂപ്പ് 6ന്റെ അകത്ത് നമുക്ക് Mg2+ ആണുള്ളത്. അവിടുത്തെ ഗ്രൂപ്പ് എ എന്ന് പറയുന്നത് അമോണിയം ഹൈഡ്രോക്സൈഡും അമോണിയം ഹൈഡ്രജൻ ഫോസ്ഫേറ്റും ആണ്, NH4 HPO4. ഇത് നമ്മൾ ചേർക്കുന്ന സമയത്ത് വൈറ്റ് പ്രസിപ്പിറ്റേറ്റിലുള്ള മെഗ്നീഷ്യം അമോണിയം ഫോസ്ഫേറ്റ് എന്ത് ചെയ്യും, ഫോം ചെയ്യും. ഇതാണ് ടെസ്റ്റ്. അത് നിങ്ങൾ നല്ല രീതിയിൽ എന്ത് ചെയ്യണം, ഒന്ന് റിവൈസ് ചെയ്ത് പഠിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ മൈൻഡിൽ ഓർമ്മ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്കൊന്നും എന്ത് ചെയ്യാം, ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിൽ ആരാണ് ബ്ലഡ് റെഡ് കളർ കൊടുക്കുക KCNുമായിട്ട്? ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ഏത് ഗ്രൂപ്പിൽ, ഗ്രൂപ്പ് 3 നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗ്രൂപ്പ് 3ൽ അലൂമിനിയം Fe3+ ആണുള്ളത്. അതിലേക്ക് നമ്മൾ NaOH
ആരൊക്കെ ആഡ് ചെയ്യുന്നത്? NH4Cl ഉം NH4OH കൂടെ നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? FeOH റൈസ് എന്ന് പറയുന്ന റെഡ് ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് കിട്ടുന്നുണ്ട്. അതിലേക്ക് നമ്മൾ KCNS ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ബ്ലഡ് റെഡ് കളറിലുള്ള എന്ത് ഫോം ചെയ്യും? ഫെറിക് ബ്ലഡ് റെഡ് കളറുള്ള ഫെറിക് തയോസൈനൈഡ് ഫോം ചെയ്യും. അപ്പോൾ ഫെറിക് തയോസൈനൈറ്റും KCNുമായിട്ട് ബ്ലഡ് റെഡ് കളർ ഫോം ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ Fe3+ അയോൺസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അത് നമ്മുടെ ഗ്രൂപ്പ് 3യുടെ ടെസ്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ പറ്റും. അതിൻ്റെ അകത്ത് നമ്മൾ പഠിച്ചതാണ്, അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. മുന്നോട്ടേക്ക് പോവാം. ദ പ്രസൻസ് ഓഫ് മെഗ്നീഷ്യം കൺഫേംഡ് ഇൻ ദ ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ബൈ ദ ഫോർമേഷൻ ഓഫ് വൈറ്റ് ക്രിസ്റ്റലൈൻ പ്രസിപ്പിറ്റേറ്റ്. ആ വൈറ്റ് ക്രിസ്റ്റലൈൻ പ്രസിപ്പിറ്റേറ്റ് ഞാൻ നിങ്ങളോട് പറഞ്ഞു, അത് മെഗ്നീഷ്യം അമോണിയം അല്ലേ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെഗ്നീഷ്യം അമോണിയം ഫോസ്ഫേറ്റ് എന്ന് പറയുന്ന കോമ്പൗണ്ട് ആണ് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ്. അപ്പം നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത് MgNH4PO4. അപ്പൊ നിങ്ങൾ അതെല്ലാം പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ രൂപത്തിൽ ക്വസ്റ്റ്യൻ ചോദിക്കും, നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ അകത്ത് പ്രിപ്പറേഷൻസ്, കുറച്ച് കോമ്പൗണ്ട്സിന്റെ പ്രിപ്പറേഷൻസ് വരുന്നുണ്ട്. അസറ്റാനിലൈഡ്, അതുപോലെ ഡൈസിന്റെ പ്രിപ്പറേഷൻ വരുന്നുണ്ട്, കൊളോയിഡ്സിന്റെ പ്രിപ്പറേഷൻ വരുന്നുണ്ട്, ലയോഫോബിക് കൊളോയിഡ്സിന്റെ പ്രിപ്പറേഷൻ വരുന്നുണ്ട്. അതെല്ലാം നിങ്ങൾ വായിച്ചു നോക്കണം. അതുമായി റിലേറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്. ലയോഫോബിക് കൊളോയിഡ് ക്രിയേറ്റ് ചെയ്യാൻ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അതിലെ കെമിക്കൽ മെത്തേഡ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. ഈ ഡബിൾ ഡീകമ്പോസിഷൻ എന്ന് പറഞ്ഞ മെത്തേഡും ഓക്സിഡേഷനും റിഡക്ഷനും ഹൈഡ്രോലിസിസ് 4 മെത്തേഡുകളാണ് നമ്മുടെ സിലബസിൽ പറഞ്ഞത്. ആ 4 മെത്തേഡുകളും ഒരു ലയോഫോബിക് കൊളോയിഡ് ഫോം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കെമിക്കൽ മെത്തേഡ്സ് ആണ്. അപ്പോൾ ആ ഭാഗം നിങ്ങൾ നോക്കണം. ഓൾ ഓഫ് ദിസ് ആണ് എന്ത് ആൻസർ ആയിട്ട് വരുന്നത്. മുന്നോട്ടേക്ക് പോവാം. ആൻ അക്വ സൊല്യൂഷൻ ഓഫ് കളർലെസ് മെറ്റൽ സൾഫേറ്റ്, കളർലെസ് ആയിട്ടുള്ള ഒരു മെറ്റൽ സൾഫേറ്റ് അല്ലേ, അത് ഒരു M എന്ന് പറയുന്ന മെറ്റലിന്റെ ഒരു മെറ്റൽ സൾഫേറ്റ്, കളർലെസ് ആയിട്ടുള്ള മെറ്റൽ സൾഫേറ്റ് ഗീവ്സ് എ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് വിത്ത് അമോണിയം ഹൈഡ്രോക്സൈഡ്. അമോണിയം ഹൈഡ്രോക്സൈഡിൽ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് തരുന്നുണ്ട്. ഇത് എക്സസ് അമോണിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യുന്ന സമയത്ത് ദിസ് വാസ് സൊല്യൂബിൾ, ആ പ്രസിപ്പിറ്റേറ്റ് സൊല്യൂബിൾ ആവുന്ന പറയുന്നത് എക്സസ് അമോണിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യുന്ന സമയത്ത്. ഓൺ പാസിംഗ് H2S ത്രൂ ദിസ് സൊല്യൂഷൻ എ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഈസ് ഫോംഡ്. അപ്പോൾ ഇത് സിങ്കിന്റെ ടെസ്റ്റാണ് വരുന്നത്. സിങ്ക് സൾഫേറ്റ് ആണ് നിങ്ങളുടെ മെറ്റൽ സൾഫേറ്റ്. ഓക്കെ, അതിലോട്ടേക്ക് നമ്മൾ അമോണിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യുന്ന സമയത്ത് അത് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ZnOH2ന്റെ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് എന്ത് ചെയ്യും? ഫോം ചെയ്യും. ഓക്കെ, പിന്നീട് നമ്മൾ ഇതേ സൊല്യൂഷനിലേക്ക് തന്നെ H2S പാസ് ചെയ്യുകയാണെങ്കിൽ അത് ZnSന്റെ വൈറ്റ് പ്രസിപ്പിറ്റേറ്റും ഫോം ചെയ്യും. അപ്പൊ ഇത് രണ്ടും മാച്ച് ആവുന്നത് നമ്മുടെ സിങ്കിനാണ്. സോ നമുക്ക് എന്ത് പ്രിഫർ ചെയ്യാൻ പറ്റും? സിങ്ക് എന്ന് പറയുന്ന ഡി ഓപ്ഷൻ പ്രിഫർ ചെയ്യാൻ പറ്റും. മുന്നോട്ടേക്ക് പോവാം. ദ റിയേജന്റ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ബിറ്റ്വീൻ സിൽവർ ആൻഡ് ലെഡ് സാൾട്ട് അല്ലേ, നമ്മുടെ ഗ്രൂപ്പ് 2 നമ്മൾ കണ്ടതാണ്. ഗ്രൂപ്പ് 1 നമ്മൾ കണ്ടതാണ്. ഡയലൂട്ട് HCl ഉപയോഗിച്ചിട്ടാണ് ആരെ നമ്മൾ തിരിച്ചറിയുന്നത്? സിൽവറിനെയും ലെഡിനെയും മെർക്കുറസ് അയണിനെയും തിരിച്ചറിയുന്നത്. അപ്പോൾ ഏത് ഗ്രൂപ്പ് റിയേജന്റ് ആണ് നമ്മൾ സിൽവർ സാൾട്ടിനെയും ലെഡ് സാൾട്ടിനെയൊക്കെ തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡയലൂട്ട് HCl ആണ്. ഓക്കെ, ഗ്രൂപ്പ് റിയേജന്റ് നിങ്ങൾ പഠിക്കണം, അത് കാണിക്കാൻ വേണ്ടി ഒരു ക്വസ്റ്റ്യൻ അറേഞ്ച് ചെയ്താണ്. അപ്പോൾ തിയറി നമ്മളൊന്ന് ഓടിച്ച് പറഞ്ഞിട്ട് നിങ്ങളത് പഠിക്കണം, അത് പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്യണം. റിവൈസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഓരോന്നും എന്ത് ചേർക്കുമ്പോഴാണ് എന്ത് ഫോം ചെയ്യുന്നത്, അതിന്റെ കളർ ആ രൂപത്തിലൊക്കെ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കുക. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് റീനീറ്റ് സീരീസിൽ പ്രിൻസിപ്പിൾസ് റിലേറ്റഡ് ടു പ്രാക്ടിക്കൽ കെമിസ്ട്രിക്കകത്ത് പറയാനുള്ളത്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.